നമസ്കാരം കൂട്ടുകാരെ. വെള്ളിയാഴ്ചയായിട്ട് ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നല്ല കപ്പയും ബീഫും കഴിക്കാൻ നല്ല ആഗ്രഹം. കപ്പ ഇറച്ചി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. ചില സ്ഥലത്ത് കപ്പ ബിരിയാണി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കപ്പ ഇറച്ചി എന്നാട്ടോ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ചില ആൾക്കാർ ഏഷ്യാടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. കപ്പ ഇറച്ചി അത് തന്നെ സംഭവം അടിപൊളി കേട്ടോ. നല്ല ശ്രീലങ്കൻ കപ്പയാണ് വാങ്ങിച്ചത്. നല്ല എല്ലുള്ള ബീഫ് വാങ്ങിച്ച് വേറെ പണിയും കിട്ടി. ബീഫ് വാങ്ങിച്ച് ഫുള്ള് എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചിയില്ല സംഭവം. പിന്നെ രാവിലെ 9 മണിക്ക് വീണ്ടും രാവിലെ ഫ്രഷ് ബീഫ് വയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഇറച്ചി 1/2 കിലോ ഇറച്ചിയോടെ വാങ്ങിച്ചിട്ട് എല്ലും കണ്ടത് ഫുള്ള് എല്ലാണ്. പക്ഷേ എല്ലിൽ പിടിച്ചിരിക്കുന്ന ഇറച്ചിയുണ്ട്, അത്രേ ഉള്ളൂ. നല്ല മസാല പറ്റിയിട്ട് കുക്കറിൽ 8-10 വിസിലടിച്ച് ബീഫും വേവിച്ചു, 2 വിസിലടിച്ച് കപ്പയും വേവിച്ചു. അങ്ങനെ കപ്പയും ബീഫും റെഡിയാണ്. ഇനി നമ്മൾ മിക്സ് ആക്കണേലാണ് എൻ്റെ ടേസ്റ്റ് ഇരിക്കുക കേട്ടോ. ചെറിയ ലോ ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി ഏകദേശം ഒരു 10-11 മണിയായപ്പോഴത്തും എൻ്റെ കപ്പയും ബീഫും റെഡിയായി. പിന്നെ അങ്ങനെ തന്നെ മൂടി വെച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കപ്പയും ബീഫും. മോനെ മാഷാഅല്ലാഹ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, അതേപോലെ ടേസ്റ്റും ഉണ്ട് മാഷാഅല്ലാഹ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊതി മാറിയപ്പോൾ റൂമിൽ പയ്യനുണ്ടായിരുന്നു, അപ്പോൾ അവനും വയറടിച്ച് കൊടുത്തു. ഇത് നമ്മൾ പഴയ റൂമിൽ സലീമിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവന് വിളിച്ചാണെന്നില്ല. അപ്പോൾ അവന് വണ്ടി ഉണ്ടായില്ല വരാനായിട്ട്. ഇപ്പോൾ ഫുജേറയിൽ വന്നാൽ കഴിച്ചിട്ട് പോകും.